ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ നോക്കാട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാവണം. അതായത് നമുക്ക് ഒരാളെ എപ്പോൾ കാണാം അല്ലെങ്കിൽ അങ്ങനെ എപ്പോൾ മീറ്റ് ചെയ്യാമെന്നൊക്കെ ചോദിക്കൂലേ. അപ്പോൾ അത്തരത്തിലൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, വാട്ട് ടൈം ഷുഡ് വി മീറ്റ്? നമുക്ക് എത്ര മണിക്ക് കാണാൻ സാധിക്കും അങ്ങനെ ചോദിക്കില്ലേ മലയാളത്തിൽ. വാട്ട് ടൈം ഷുഡ് വി മീറ്റ്? ഇപ്പം നമ്മളോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഹൗ അബൌട്ട്. ഇപ്പം നമുക്കൊരു 6 മണിക്കാണ് കണ്ടതെന്നുണ്ടെങ്കിൽ ഹൗ അബൌട്ട് 6 PM. ഒരു 6 മണിക്ക് കാണുന്നതിനെ പറ്റിയിട്ട് എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് നമ്മൾ തിരിച്ചു പറയില്ലേ. ഒരു 6 മണിക്ക് ആയാലോ ഹൗ അബൌട്ട് 6 PM. ക്ലിയർ ആയില്ലേ? അടുത്തത് വേർ ഡു യു വാണ്ട് ടു ഗോ? എവിടേക്കാണ് പോകേണ്ടത്? താങ്കൾക്ക് എവിടേക്കാണ് പോകേണ്ടത്? അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് എവിടേക്കാണ് പോകേണ്ടത്, ഒരു സജഷൻ പോലെ. അപ്പോൾ നമ്മൾ മറുപടി ഇങ്ങനെ പറയട്ടാ, ലെറ്റ്സ് ഗോ ടു ദ ന്യൂ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് വേർ ഡു യു വാണ്ട് ടു ഗോ? നീ എനിക്ക് എവിടെ പോകണം, ഏത് ഹോട്ടലിൽ പോകാനാണ് താല്പര്യം അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് പോകാനാണ് താല്പര്യം? അപ്പോൾ നമ്മൾ പറയാണ് ലെറ്റ്സ് ഗോ ടു ദ ന്യൂ റെസ്റ്റോറൻറ്റ്, പുതിയ റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ. അടുത്തത് ഒരു ഒപ്പീനിയൻ ചോദിക്കണമെങ്കിൽ ആസ്കിങ് ഫോർ ഒപ്പീനിയൻസ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് മൂവി? ഈ ഒരു സിനിമയെ പറ്റിയിട്ട് താങ്കളുടെ അഭിപ്രായം എന്താണ്? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് മൂവി? ഇനി അത് നമ്മളോടാണ് ചോദ്യം വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഐ തോട്ട് ഇറ്റ് വാസ് ഗ്രേറ്റ്. ഞാൻ വിചാരിക്കുന്നത് നല്ലൊരു സിനിമയാണെന്നാണ്. ഐ തോട്ട് ഇറ്റ് വാസ് ഗ്രേറ്റ്. അടുത്തത് ഡു യു ലൈക്ക് ദിസ് കളർ? താങ്കൾക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടോ? ഒരു സജഷൻ പോലെ ഒപ്പീനിയൻ ചോദിക്കാൻ കേട്ടോ. ഡു യു ലൈക്ക് ദിസ് കളർ? അപ്പോൾ മറുപടി യെസ് ഇറ്റ്സ് വെരി നൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് അടിപൊളി കളറാണ്. യെസ് ഇറ്റ്സ് വെരി നൈസ്. അടുത്തത് ഒരു വിഷ്, ഒരു ആശംസകൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കട്ടോ. ഐ ഹോപ്പ് യു ഹാവ് എ ഗ്രേറ്റ് ട്രിപ്പ്. താങ്കൾക്ക് നല്ലൊരു ട്രിപ്പ്, യാത്ര നമ്മൾ ആശംസിക്കുന്നു. അപ്പോൾ അങ്ങനെ കേട്ടാൽ നമുക്ക് മറുപടി പറയാം താങ്ക് യു ഐ കാൺട്ട് വെയിറ്റ്. അതായത് ട്രിപ്പ് പോകാൻ നമ്മൾ റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ വിഷ്, ഐ കാൺട്ട് വെയിറ്റ്. എനിക്ക് കാത്തിരിക്കാൻ വയ്യ ആ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ടെന്ന് പറയൂലേ. ഒരു സജഷൻ ഓഫർ ചെയ്യാണ്, നമ്മളൊരു അഭിപ്രായം ഓഫർ ചെയ്യാണ്, ഒരു സജഷൻ. വൈ ഡോണ്ട് വി ട്രൈ ദാറ്റ് ന്യൂ പ്ലേസ്? നമുക്ക് എന്തുകൊണ്ട് ആ ഒരു പുതിയ സ്ഥലം പരീക്ഷിച്ചുകൂടാ? വൈ ഡോണ്ട് വി ട്രൈ ദാറ്റ് ന്യൂ പ്ലേസ്? അപ്പോൾ മറുപടി നമുക്കിങ്ങനെ പറയാം സൗണ്ട്സ് ലൈക്ക് എ ഗുഡ് ഐഡിയ. നമുക്കത് ഇഷ്ടപ്പെട്ടു, ആ സജഷൻ നമുക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് പറയാം യാ സൗണ്ട്സ് ലൈക്ക് എ ഗുഡ് ഐഡിയ. അത് കേട്ടിട്ട് നല്ലൊരു ഐഡിയ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സൗണ്ട്സ് ലൈക്ക് എ ഗുഡ് ഐഡിയ. മനസ്സിലായില്ലേ? കേട്ടിട്ട് നല്ല അഭിപ്രായമാണെന്ന് തോന്നുന്നുണ്ട്. സൗണ്ട്സ് ലൈക്ക് എ, അങ്ങനെയാണ് പറയാട്ടോ. അടുത്തത് യു ഷുഡ് ചെക്ക് ഔട്ട് ദിസ് ബുക്ക്. നീ ഈ ബുക്കൊന്ന് നോക്കണം കേട്ടോ. ഒരു സജഷൻ പോലെ പറയാണ് കേട്ടോ, ഈ ഒരു ബുക്ക് നോക്കി നോക്കിട്ടാ. അപ്പോൾ നമ്മൾ പറയാം താങ്ക്സ് ഐ വിൽ. സജഷൻ പറഞ്ഞതിന് നന്ദി കേട്ടോ, ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. താങ്ക്സ് ഐ വിൽ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്ത് നമുക്ക് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെക്ക് ചെയ്യാമോ? മറ്റൊരാളായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെക്ക് ചെയ്യാൻ നമുക്ക് അങ്ങനെ ചോദിക്കാം, ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ? താങ്കൾക്ക് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായോ? ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ? മറുപടി മനസ്സിലായെന്നുണ്ടെങ്കിൽ യെസ് ഐ ഡു, മനസ്സിലായില്ലെങ്കിൽ നോ ഐ ഡോണ്ട്. ക്ലിയർ ആയില്ലേ? അടുത്തത് ആം ഐ മേക്കിംഗ് സെൻസ്? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതിൻ്റെ വേറൊരു ചോദ്യമാണ് കേട്ടോ. ആം ഐ മേക്കിംഗ് സെൻസ്? മറുപടി അബ്സല്യൂട്ട്ലി, തീർച്ചയായിട്ടും താങ്കൾ പറയുന്നത് നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്. അബ്സല്യൂട്ട്ലി, തീർച്ചയായിട്ടും. അടുത്തത് കുറച്ച് ഇൻസ്ട്രക്ഷൻ കൊടുക്കണമെങ്കിൽ ഗിവിങ് ഇൻസ്ട്രക്ഷൻ. ടേൺ ലെഫ്റ്റ് അറ്റ് ദ നെക്സ്റ്റ് കോർണർ. അടുത്ത കോർണറിൽ പോയിട്ട് നിങ്ങൾ ഇടത്തോട്ട് തിരിയണം. ടേൺ ലെഫ്റ്റ് അറ്റ് ദ നെക്സ്റ്റ് കോർണർ. നമ്മൾ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കില്ലേ, ഇൻസ്ട്രക്ഷൻ പോകേണ്ട ഡയറക്ഷനൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ യൂസ് ആക്കാം. അപ്പോൾ മറുപടി യാ ഗോട്ട് ഇറ്റ് താങ്ക്സ്, ഗോട്ട് ഇറ്റ് താങ്ക്സ്. മനസ്സിലായി? ഉപകാരം. അടുത്താണ് ഫാസ്റ്റ് മിക്സ് ദ ഇൻഗ്രീഡിയൻസ്. എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കാൻ പോവാണ്, അപ്പോൾ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ഫാസ്റ്റ് മിക്സ് ദ ഇൻഗ്രീഡിയൻ. ആദ്യം നിങ്ങൾ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യൂ. അപ്പോൾ കേൾക്കുന്ന ആൾ ഓക്കെ ദെൻ വാട്ട്? ഓക്കെ, ആദ്യം ഞാനിത് മിക്സ് ചെയ്യാം, പിന്നെ എന്താണുള്ളത്, നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ ദെൻ വാട്ട്? മിക്സ് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്, അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? ഈ ഓക്കെ ദെൻ വാട്ട് എന്നുള്ളത് നിങ്ങളോട് ആരെങ്കിലും എന്ത് സജഷൻ പറഞ്ഞാലും ഓക്കെ നിങ്ങളിപ്പോൾ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യാൻ റെഡിയാണ്, അത് ചെയ്ത് പെട്ടെന്ന് തന്നെ തീരും. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ചോദിക്കണമെന്ന് നിങ്ങൾക്ക് ഓക്കെ ദെൻ വാട്ട്, അതിനുശേഷം എന്താണ്?
എക്സ്പ്രസിങ് ഡിസഗ്രിമെൻറ്റ്, അതായത് നിങ്ങളുടെ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറയാം ഐ എം നോട്ട് സോ ഷുവർ അബൌട്ട് ദാറ്റ്. അതായത് നിങ്ങൾക്ക് വലിയ ഉറപ്പില്ല, അതായത് ആ ഒരു ഐഡിയ നല്ലതാണോ, നിങ്ങൾക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല, വർക്കൗട്ട് ആവുമോ എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ എം നോട്ട് സോ ഷുവർ അബൌട്ട് ദാറ്റ്, എനിക്കത് അത്ര വലിയ ഉറപ്പ് ഇല്ല. അപ്പോൾ അങ്ങനെ ഒരാൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അയാളോട് ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന്. വൈ ഡു യു സേ ദാറ്റ്, താങ്കൾ എന്തുകൊണ്ടാണത് പറഞ്ഞത്. വൈ ഡു യു സേ ദാറ്റ്, ഐ ഹാവ് ടു ഡിസഗ്രീ വിത്ത് യു ദേർ, എനിക്ക് നിന്നോട് അവിടെ യോജിപ്പ് രേഖപ്പെടുത്തണം, അതായത് ഞാൻ ആ ഒരു കാര്യത്തിൽ നിന്നോട് യോജിക്കുന്നില്ല. ഐ ഹാവ് ടു ഡിസഗ്രീ വിത്ത് യു ദേർ. അപ്പോൾ മറുപടി ദാറ്റ്സ് ഫെയർ, വി ഓൾ ഹാവ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്. അത് കുഴപ്പമില്ലടാ, അത് നമുക്ക് എല്ലാവർക്കും പല പല ഒപ്പീനിയൻസ് ആണല്ലോ ഉള്ളത്, ഡിഫറെൻ്റ് അഭിപ്രായമാണല്ലോ ഉള്ളത്. ദാറ്റ്സ് ഫെയർ, അത് തീർച്ചയായിട്ടും ഫെയർ ആണ്. ഫെയർ ഗെയിം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ദാറ്റ്സ് ഫെയർ. വി ഓൾ ഹാവ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്. അടുത്തത് ഓഫറിങ് ആൻ അപ്പോളജി, നമ്മൾ ഒരു ക്ഷമാപണം പറയുക അല്ലെങ്കിൽ ഓഫർ ചെയ്യുക എന്ന് പറയില്ലേ. എനിക്ക് തന്നെ അപ്സെറ്റ് ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, ഞാൻ അങ്ങനെ പർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ ഉദ്ദേശിച്ച് ചെയ്തതല്ല. ഐ ഡിഡ്ന്റ് മീൻ ടു അപ്സെറ്റ് യു, ഐ ഡിഡ്ന്റ് മീൻ ടു അപ്സെറ്റ് യു. എനിക്ക് തന്നെ നിരാശപ്പെടുത്തണം അല്ലെങ്കിൽ സങ്കടപ്പെടുത്തണം, വിഷമപ്പെടുത്തണം എന്നൊന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്തതല്ല. ഇറ്റ്സ് ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. അതിനുള്ള മറുപടിയാണ് പറയുക ഇറ്റ്സ് ഓക്കേടാ, നോ പ്രോബ്ലം, ഐ അണ്ടർസ്റ്റാൻഡ്. ഇല്ല എനിക്ക് മനസ്സിലാവും, ഇറ്റ്സ് ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. നെക്സ്റ്റ്, സോറി ഫോർ ബീയിങ് ലേറ്റ്. നമ്മൾ ലേറ്റ് ആയിട്ടാണ് വരുന്നത്, നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ നമ്മൾ പറയാം സോറി ഫോർ ബീയിങ് ലേറ്റ്, കുറച്ച് വൈകിയതിന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നോ വറീസ്, ഇറ്റ് ഹാപ്പൻസ്. മറുപടി ഇല്ലടാ അതൊന്നും സാരമില്ല, അതൊക്കെ സ്വാഭാവികമല്ലേ, അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളല്ലേ. നോ വറീസ്, ഇറ്റ് ഹാപ്പൻസ്, ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്, കുഴപ്പമില്ല, ടെൻഷൻ ആക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, മേക്കിംഗ് കോംപ്ലിമെൻറ്റ്സ്. നമ്മളൊരാളോടൊരു കോംപ്ലിമെൻറ്റ് പറയുകയാണ്, ഒരു എന്താ പറയുക അടിപൊളിയായി എന്നൊക്കെ പറയൂല, അത്തരത്തിലൊരു കോംപ്ലിമെൻറ്റ് പറയണമെന്നുണ്ടെങ്കിൽ യു ലുക്ക് ഗ്രേറ്റ് ടുഡേ, ഇന്ന് അടിപൊളിയായിട്ടുണ്ടല്ലോ, കാണാൻ അടിപൊളിയായിട്ടുണ്ട് നമ്മൾ പറയൂലേ, യു ലുക്ക് ഗ്രേറ്റ് ടുഡേ. അപ്പോൾ മറുപടി താങ്ക് യു, അത്രയും പറഞ്ഞാൽ മതി. ഐ ലവ് യുവർ ഡ്രസ്സ്, ഒരാൾ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് വരികയാണെങ്കിൽ നമുക്ക് പറയാം ഐ ലവ് യുവർ ഡ്രസ്സ്, എനിക്ക് നിൻ്റെ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. താങ്ക്സ്, ഐ ജസ്റ്റ് ഗോട്ട് ഇറ്റ്, താങ്ക്സ് ഉണ്ട് കേട്ടോ, നന്ദി ഉണ്ട് കേട്ടോ, എനിക്കിപ്പോൾ മേടിച്ചുള്ളൂ, ഞാൻ പുതിയത് മേടിച്ചാണ്, എനിക്കിപ്പോൾ കിട്ടിയിട്ടേ ഉള്ളൂ, അടിപൊളി ഡ്രസ്സായിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ മറുപടി അങ്ങനെ പറയാം. അടുത്തതൊരു സിമ്പതി കാണിക്കണമെന്നുണ്ടെങ്കിൽ, സിമ്പതി കേട്ടോ, എമ്പതി അല്ല സിമ്പതി. ഐ എം സോറി ടു ഹിയർ ദാറ്റ്, നമുക്ക് എന്തെങ്കിലും പറ്റിയെന്നൊക്കെ കാണുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറയുമ്പോൾ നമ്മൾ പോയിട്ട് പറയാണ് ഐ എം സോറി ടു ഹിയർ ദാറ്റ്. എനിക്കത് കേട്ടതിൽ ഭയങ്കര സങ്കടമുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ ആ ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി, നമ്മളൊരു സിമ്പതി പറയാണ്. അപ്പോൾ അതിനെന്ത് മറുപടി പറയും? താങ്ക്സ് ഫോർ യുവർ കൺസേൺ, താങ്കളുടെ ആ ഒരു വിഷമത്തിന് ഒരുപാട് നന്ദി, ആ ഒരു വിഷമം അറിയിച്ചതിൽ ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ യുവർ കൺസേൺ. സിമ്പതിയും എമ്പതിയും രണ്ടാണ് കേട്ടോ. അടുത്തത് ദാറ്റ് മസ്റ്റ് ബി റിയലി ടഫ്. അത് ഭയങ്കര ടഫായിരുന്നിട്ടുണ്ടാവും അല്ലേ, അതായത് അവരൊരു ഭയങ്കര ടഫായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് സിറ്റുവേഷനിലൂടെ കടന്നുപോയി എന്നൊക്കെ അവർ പറയുമ്പോൾ നമ്മൾ പറയും ദാറ്റ് മസ്റ്റ് ബി റിയലി ടഫ്, അത് ഭയങ്കര ടഫായിരുന്നിട്ടുണ്ടാവും അല്ലേ. ഇറ്റ്സ് ബീൻ ചലഞ്ചിങ്, അതെ തീർച്ചയായിട്ടും അത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു, നമുക്ക് ഭയങ്കര എന്താ പറയുക ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇറ്റ്സ് ബീൻ ചലഞ്ചിങ്. അടുത്തത് എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നന്ദി അറിയിക്കുക. എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ നോർമലി ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് അത് കേട്ടോ. ഐ അപ്രീഷിയേറ്റ് യു ടേക്കിംഗ് ദ ടൈം ടു ഹെൽപ്പ് മീ. ഒരാൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തപ്പോൾ നിങ്ങൾ മറുപടി പറയാണ് താങ്കൾ എന്നെ സഹായിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയത്, എന്നെ സഹായിച്ചതിൽ ഞാൻ താങ്കളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു, നന്ദി പറയുന്നു. ഐ അപ്രീഷിയേറ്റ് യു ടേക്കിംഗ് ദ ടൈം ടു ഹെൽപ്പ് മീ. ഒരാൾ നമ്മളോട് അങ്ങനെ പറഞ്ഞു, നമ്മളെന്തെങ്കിലും സഹായം ചെയ്തപ്പോൾ നമുക്ക് മറുപടി പറയാം ഇറ്റ്സ് നോ പ്രോബ്ലം അറ്റ് ഓൾ. അല്ല അതിനൊന്നും ഒരു പ്രശ്നമില്ല, എനിക്ക് സഹായിക്കാനായിട്ട് ഞാൻ ഭയങ്കര സന്തോഷമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് നോ പ്രോബ്ലം അറ്റ് ഓൾ. അടുത്തട്ടോ താങ്ക്സ് ഫോർ ദ ഹെഡ്സ് അപ്പ്. അതായത് സഹായിച്ചതിന് നന്ദി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രയോഗമാണ് താങ്ക്സ് ഫോർ ദ ഹെഡ്സ് അപ്പ്. എനി ടൈം, എപ്പോഴായാലും സഹായിക്കാൻ നമ്മൾ റെഡിയാണെന്നാണ് മറുപടി പറയുന്നത്. എനി ടൈം. ക്ലിയർ ആയില്ലേ? അടുത്തത് ആസ്കിങ് ഫോർ പെർമിഷൻ. നമ്മളൊരാളോട് ഒരു അനുവാദം ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോ? എടാ നിനക്ക് ഓക്കെ ആണോ ഞാൻ ഈ ജനല തുറന്നു കഴിഞ്ഞാൽ നിനക്ക് ഓക്കെ ആണോ? ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോ? അപ്പം നമ്മൾ കുഴപ്പമില്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഷുവർ ഗോ എഹെഡ്. ഷുവർ ഗോ എഹെഡ്.
തീർച്ചയായിട്ടും നീ തുറന്നോളാം, പ്രശ്നമില്ല, നീ പ്രൊസീഡ് എന്ന് പറയില്ലേ, നീ ചെയ്തോളൂ, കുഴപ്പമില്ല, ഷുവർ, ഗോ എഹെഡ്. എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ നമ്മളോട് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമുക്കതിന് വിരോധമില്ല, ചെയ്തോളൂ, നീ ആ കാര്യമായിട്ട് മുന്നോട്ട് പൊക്കോളൂ, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ എന്നൊക്കെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുന്ന സംഭവം കേട്ടോ. ഷുവർ, ഗോ എഹെഡ്. ഏത് സാഹചര്യത്തിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം, ഷുവർ, ഗോ എഹെഡ്. അടുത്തത് കെൻ ഐ ബോറോ യുവർ പെൻ. ഒരു പേന മേടിക്കണം എന്നുണ്ടെങ്കിൽ ഈ പെന്നിന് പകരം നമുക്ക് എന്ത് വാക്ക് വേണമെങ്കിൽ എന്താണോ ആവശ്യമുള്ളത് ആവശ്യമുള്ള സാധനത്തിൻ്റെ പേര് അവിടെ ചേർക്കാം. ക്യാൻ ഐ ബോറോ യുവർ പെൻ, ക്യാൻ ഐ ബോറോ യുവർ വാച്ച്, ക്യാൻ ഐ ബോറോ യുവർ എന്തെങ്കിലും, എന്ത് സാധനമാണോ നിങ്ങൾക്ക് വേണ്ടത് ചോദിക്കാം. ഓഫ് കോഴ്സ്, ഹിയർ യു ഗോ. തീർച്ചയായിട്ടും എന്നാ, ഹിയർ യു ഗോ, ഇന്നാ. നമ്മൾ കൊടുക്കുമ്പോൾ പറയാം എന്നാ, എന്നടാ എന്ന് പറയില്ലേ, അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വാക്കാണ് ഹിയർ യു ഗോ, ഇന്നാ, കുഴപ്പമില്ല, തീർച്ചയായിട്ടും കൊണ്ടുപോയിക്കോളൂ എന്ന് പറയില്ലേ. അടുത്തതൊരു എൻകറേജ്മെൻറ്റ് ഓഫർ ചെയ്യാണ്, നമ്മളൊരാളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ തന്നെ പറയാം, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. നമ്മളൊരാൾക്ക് ഒരു സപ്പോർട്ട്, പ്രോത്സാഹനം, ഒരു മോട്ടിവേഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ പറയാം യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം, താങ്ക്സ്, ദാറ്റ് മീൻസ് എ ലോട്ട്. ദാറ്റ് മീൻസ് എ ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ നിന്ന് ഇത്തരത്തിലുള്ള ഒരു എൻകറേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്, എനിക്കത് വലിയൊരു കാര്യമാണ്. താങ്കളെപ്പോലൊരു വ്യക്തി എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര വലിയൊരു കാര്യമാണെന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. താങ്ക്സ്, ദാറ്റ് മീൻസ് എ ലോട്ട്. അടുത്ത് കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക്. കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക്, അതായത് താങ്കളിപ്പോൾ ചെയ്യുന്ന വർക്ക് അടിപൊളിയാണ്, അത് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നാണ് നമ്മൾ പറയുന്നത്. കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക്. അപ്പോൾ നമ്മൾ മറുപടി പറയും ഐ വിൽ, താങ്ക് യു, തീർച്ചയായിട്ടും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും, താങ്ക് യു സോ മച്ച്. ക്ലിയർ ആയില്ലേ? അടുത്തത് ഒരു സർപ്രൈസ്, എന്താ പറയുക, പെട്ടെന്നായിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പോലെ ഒരു സർപ്രൈസ്, അതെങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും? റിയലി, ദാറ്റ്സ് അമേസിങ്. നമ്മളോട് ഒരാളൊരു ന്യൂസ് പറയുകയാണ്, നമ്മൾ പെട്ടെന്ന് സർപ്രൈസ് ആയി പോയി, ഷോക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിപ്പോയി എന്ന് പറയില്ലേ. അപ്പോൾ നമ്മൾ റിയലി, തീർച്ചയായിട്ടും, ശരിക്കും എന്നൊക്കെ ചോദിക്കില്ല, റിയലി, ദാറ്റ്സ് അമേസിങ്, ഓ അത് ഭയങ്കര അടിപൊളിയാണ്. അയാൾ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് തോന്നിയത് തമാശ പറഞ്ഞതാണെന്ന് തോന്നിയിട്ട് നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ യു ആർ കിഡിങ്, അതായത് നീ തമാശ പറഞ്ഞതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയാണ് അല്ല, അത് സത്യമാണ്, നോ ഇറ്റ്സ് ട്രൂ. അടുത്തത് നമുക്കൊരു ഡൗട്ട് വന്നു, നമ്മളത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും? എക്സ്പ്രസിങ് ഡൗട്ട്. ആർ യു ഷുവർ അബൌട്ട് ദാറ്റ്? താങ്കൾക്ക് ആ കാര്യം ഉറപ്പാണോ? ആർ യു ഷുവർ അബൌട്ട് ദാറ്റ്? മറുപടി എന്താണ്? യെസ്, ഐ ഡബിൾ ചെക്ക്. ഇല്ല, തീർച്ചയായിട്ടും അത് ഉറപ്പാണ്, കാരണം ഞാൻ 2 പ്രാവശ്യം ചെക്ക് ചെയ്തിരുന്നു. യെസ്, ഐ ഡബിൾ ചെക്ക്. അടുത്തിട്ടാ, ഐ ഫൈൻഡ് ദാറ്റ് ഹാർഡ് ടു ബിലീവ്. അതായത് എനിക്ക് മനസ്സിലായത് അത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മറുപടി എന്താണ്? ബട്ട് ഇറ്റ്സ് ട്രൂ. അത് തീർച്ചയായിട്ടും സത്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ വരുന്ന പല ടൈപ്പ് ക്വസ്റ്റ്യനുകളും അതിന് പറ്റിയിട്ടുള്ള ആൻസറുകളാണ് നമ്മളിന്ന് പറഞ്ഞത്. 30 എണ്ണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 30 സിറ്റുവേഷനുകളെ പറ്റിയിട്ടുള്ള 30 ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡെയിലി ലൈഫിൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ കാണാപ്പാടം പഠിച്ചിട്ട് ഈ ഡയലോഗുകൾ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യനും അല്ലെങ്കിൽ അതിൻ്റെ ആൻസറും ഏതാണെന്നുള്ളത് കമൻറ്റിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരിക്കും ദിസ് ഈസ് ഷിജു തോമസ് സൈനിങ് ഓഫ്. Take care. Bye bye.